ഈ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് വളരെ ഡേഞ്ചർ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടാവാം. ബ്ലാക്ക് പ്ലാസ്റ്റിക് ഇത് ഉണ്ടാക്കുന്നത് തന്നെ ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന ബ്ലാക്ക് റെസിൻ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് ഹോട്ടലുകാരാണെങ്കിലും സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഡെലിവറി സർവീസുകൾ ഫുഡ് പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇതിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ഈ ബ്ലാക്ക് പ്ലാസ്റ്റിക് ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ടുള്ള TV, റിമോട്ട്, ഫോൺ ഇതിനെല്ലാം റീസൈക്കിൾ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം രീതികൾ കൊണ്ടുണ്ടാക്കുന്ന ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൽ ഹൈ ടോക്സിക്കും ബാൻഡുമായിട്ടുള്ള കെമിക്കൽസ് ഒക്കെ കാണപ്പെടാറുണ്ട്. ചൂടായ ഫുഡ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിലെ കെമിക്കൽസ് എല്ലാം ഫുഡിലേക്ക് പതിയെ ഇറങ്ങി ചെല്ലാൻ തുടങ്ങുന്നു. ഈ ഒരു കെമിക്കൽസിനെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ഹോർമോണുകളെ ബാധിക്കും, ഫെർട്ടിലിറ്റിയെ ബാധിക്കും, അതുകൂടാതെ മാരകമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സ്റ്റഡീസ് പറയുന്ന പ്രകാരം ബ്ലഡിൽ ബ്ലാക്ക് പ്ലാസ്റ്റിക്കിന്റെ ട്രേസസ് കാണുന്നവരിൽ 300% ക്യാൻസർ വരാനുള്ള ചാൻസുകൾ ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി ഫുഡ് ഡെലിവറി സർവീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് പോയി തന്നെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അടുക്കളയിൽ കാണുന്ന അനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ എത്രത്തോളം പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും.